വിലങ്ങാട് ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളിവിടേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘകാലമായി പരിചയമുള്ള താമരശ്ശേരി രൂപത ബിഷപ്പ് അവറുകളുടെ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു വിളിയുടെ അടിസ്ഥാനത്തിലാണ്. റെമിജിയോസ് പിതാവിനെ ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് പുനർനിർമ്മാണം നടത്തണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മേപ്പയൂർ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമായിരുന്ന MLA AV അബ്ദുറഹ്മാൻ ഹാജി സ്ഥാപിച്ച, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സ്ഥാപിച്ച സലഫിയ അസോസിയേഷനും അതിൻ്റെ കീഴിലുള്ള കോളേജുകളും ഈ വീട് നിർമ്മാണത്തിൽ പങ്കാളികളാവാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാനിവിടെ എത്തിപ്പെടുകയും ചെയ്തതാണ്. ഞങ്ങളുടെ കോളേജുകളുടെ കുട്ടികളാണ് ഇതിനാവശ്യമായ പണം പ്രധാനമായും സംഭരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വരികയും ഞങ്ങൾ സ്പോൺസർ ചെയ്ത വീടിൻ്റെ താക്കോൽദാനം വെഞ്ചരിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട റെമിജിയോസ് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നടത്തുകയും ചെയ്തതാണ്. ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് വരാനുള്ള വലിയൊരു സന്തോഷം ഇതിൽ പങ്കെടുക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ നേരത്തെ സുപരിചിതരാണ് എന്നതുകൊണ്ടാണ്. കോഴിക്കോട്ട് എല്ലാറ്റിലും കോഴിക്കോട്ടുകാരുടെ കൂടെയുള്ള എല്ലാവരുടെയും കൂടെയുള്ള റവറൻ വർഗീസ് ചക്കാലക്കൽ അവർകൾ കോഴിക്കോട് രൂപതയുടെ ബിഷപ്പ്, അദ്ദേഹം അതിരൂപതയുടെ മെത്രാനായപ്പോഴും ഞങ്ങൾ പോയി കണ്ടിരുന്നു. കോഴിക്കോട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂടെ നിൽക്കുന്ന പിതാവ് ഇതിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായി. പിന്നെ ഒരു പരിചയമുള്ളത് പാംപ്ലാനി പിതാവാണ്. തലശ്ശേരി അതിരൂപതയുടെ മെത്രാനായ അദ്ദേഹത്തെയും ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം, പിന്നെ മാനന്തവാടി പിതാവ് അലക്സ് തിരുമേനി വന്നു, മറ്റു പലരുമുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവികമായ ഒരു കാര്യത്തിൽ പങ്കെടുച്ചേരുക എന്നതാണ്. നമ്മളെല്ലാം ആദാമിൻ്റെ മക്കളാണ് എന്നാണല്ലോ വിശ്വാസം. ബൈബിളിൽ ആദാം എന്നും ഖുർആനിൽ ആദം എന്നും പറയുന്നത് ആദ്യ പിതാവിനെ കുറിച്ചാണ്. അവരുടെ മക്കളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ഇതുവരെ ഉള്ളവരും ഇനി വരാൻ പോകുന്നവരും. ഒരു മനുവിനെക്കുറിച്ച് ഭാരതീയ തത്വശാസ്ത്രങ്ങളിലുണ്ട്. ആദ്യത്തെ ഒരു മനുഷ്യനായി മനുവിനെ പരിചയപ്പെടുത്തിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും ഒക്കെയും ഒരാദ്യ തുടക്കത്തിൽ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് എന്നതുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടേത് എല്ലാവരുടേതുമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഫാദർ അലക്സ് പറഞ്ഞു നമ്മൾ കഷ്ടപ്പാടുകളിൽ കൂടെ നിന്നവരാണ് എന്ന്. എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും കഷ്ടപ്പാടില്ലെങ്കിലും നമ്മൾ കൂടെ നിൽക്കണം എന്നത് തന്നെയാണ്. അങ്ങനെ നിന്നു പോരുന്നവരാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ജനസമൂഹം എന്ന് നമുക്കറിയാം. എനിക്കിവിടെ വന്ന് ഈ വിലങ്ങാട് പള്ളിയും അതുപോലെ ഈ പള്ളിയുമൊക്കെ കാണുമ്പോൾ ഒരു ഇരട്ടി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു പിതാവിൻ്റെ രണ്ട് താവഴിയിലുള്ള മക്കളാണ്. അബ്രഹാം പ്രവാചകൻ്റെ ഇസ്ഹാക്ക് ആ പരമ്പരയിലാണ് യേശു ക്രിസ്തുവും മോശസും ഒരുപാട് പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അവരെയൊക്കെ മുസ്ലിങ്ങൾ ആദരിക്കുന്നു. ഇസ്മായിൽ പ്രവാചകനിലൂടെയാണ് മറ്റൊരു പുത്രനായ ഇസ്മായിലിൻ്റെ മക്കളാണ് മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആയാലും നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഇതൊരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു കേരള സ്റ്റോറി തന്നെയാണ്. ഞങ്ങൾ വയനാട്ടിലും പോയിരുന്നു, അവിടെയും കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അവിടെയും ഈ ഒരു കൂട്ടായ്മ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ഈ ബഹുമാനപ്പെട്ട വൈദികരുടെയും മെത്രാന്മാരുടെയും
പിതാക്കന്മാരുടെയും കൂടെ ചെറിയ ചെറിയ സഹായങ്ങളുമായി ഞങ്ങളും ഉണ്ടാകും എന്ന് വാക്ക് തന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ജയ് ഹിന്ദ്.